അതിൽ തൊടണ്ട, അത് വളരട്ടെ. വളരുമ്പോൾ നമുക്ക് പറിച്ച് തിന്നാം. കയ്യിൽ വരും തൊടുമ്പോൾ. അത് വളരുമ്പോൾ, അത് റൈപ്പാകുമ്പോൾ നമ്മൾ തൊട്ടുടനെ നമ്മളെ കയ്യിൽ വീഴും. ഇല്ല, അത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ചെടിയിൽ തന്നെ നിൽക്കും. അപ്പോൾ അത് കയ്യിൽ വരില്ല. അതങ്ങ് ചരിഞ്ഞ് ഇട്ടിട്ടേ അതിൻ്റെ നടുക്കത്തി മണ്ണ് വെട്ടി വെച്ച് കൊടുത്താൽ അത് രണ്ടെണ്ണമാവും, 2-3 ഈ ചെടി ഇങ്ങനെ ചരിഞ്ഞ് തറയിലോട്ട് പോയിട്ട് തന്നെ നടുക്കൊരു ഇതിട്ട് കൊടുത്താൽ, മണ്ണിട്ട് കൊടുത്താൽ അതിൻ്റെ മൂട്ടിൽ വേറെ തൈ മുളയ്ക്കും, മണ്ടേന്നും കായ വരും. ആ ഇല അങ്ങ് വെട്ടിക്കളഞ്ഞോ? നോക്കാം ഇതെങ്ങനെയാണ് കായ്ക്കുന്നത്. ഇത് ചോട്ടുന്ന് തൈ മുളയ്ക്കേണ്ടതാണ്. കായ മണ്ടയിൽ കായുണ്ട്. എവിടെ കായ? ഞാൻ കണ്ടില്ല. ആ കുഞ്ഞ് ബേബീസ്. ഈ പൂ കായാവും. അവിടെയും അതുപോലെ ഒരെണ്ണം ചരിഞ്ഞ് കിടപ്പുണ്ട്. ആണോ? എഞ്ചിനില്ലാത്ത എയറോപ്ലെയിനോ? അതിന് മണ്ണിടാം. അമ്മേന്ന് എല്ലാത്തിനും മണ്ണിടണം. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ, അതിനും ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുത്ത് അവിടെ നിന്ന് വേരിറങ്ങും. ഇത് എപ്പോഴാണ് പറിച്ചു നോക്കുന്നത്? കിഴങ്ങ് വന്നാന്ന് വാടുമല്ലോ. ഈ ഇല വാടിയാൽ നമ്മളിങ്ങനെ അറിയും. അതിൻ്റെ ഇടയിൽ മുളകുകളുണ്ടല്ലേ. ആ മുളക് നിൽക്കുന്നിടത്താണെങ്കിൽ അതിനും കുറച്ച് വെട്ടവും വെളിച്ചവും കിട്ടും. ഏത് ഈച്ചയോ? എവിടെ? ചെറിയ ഈച്ച. ആ അത് കടിക്കും പുറത്തൊക്കെ, അതെ മേത്തൊക്കെ കടിക്കും. നമ്മളിവിടെ കുറച്ച് നേരം നിന്നിട്ട് പോയാൽ നമ്മളെ കൂടെ പറ്റി വരും. ഇതിപ്പം നമ്മൾ 2-3 ദിവസം മുന്നേ ചരിച്ചിട്ട തക്കാളി ചെടിയാണേ. ചരിച്ചിട്ട് 2-3 ദിവസമായി. വേണ്ട ഈ കട പുതിയ തക്കാളി ചെടികൾ ഇവിടെ നിന്ന് വരുന്നതാണ്ട. ഇതിൽ കായ ആയില്ല. കായ വന്നില്ലേ? ഇവിടെ ഒരു കായ ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നി. എന്തായാലും പൂ പിടിക്കുന്നുണ്ട്, മുള വരുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നൊക്കെ മുള വരുന്നുണ്ട്. കണ്ടോ? നമ്മൾ ചരിച്ചിട്ട് നോക്കി, എന്തായാലും സക്സസ് ആവുമെന്ന് തോന്നണം. ഇത് ചരിച്ചിടാൻ നോക്കിയതാണ്, പക്ഷേ അത് ചരിഞ്ഞില്ല. ഇവിടെ നിന്ന് ചരിക്കുമ്പോൾ ഒടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് കയറ്റി വെച്ച് 2 ദിവസം കഴിയുമ്പോൾ അതിനെ അങ്ങ് ചരിക്കാം. എന്ന് വേണമെങ്കിൽ ചരിക്കാം. ഒരാൾ അപ്പം ശരി, ടാറ്റ.